ഉൽക്കാവർഷപ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷപ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ. ഉൽക്കാവർഷപ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ. ഉൽക്കാവർഷപ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ബാലഗംഗാധര തിലക്. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഇന്ത്യ. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? പറക്കും സിഖ് എന്നറിയപ്പെട്ടിരുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? 2021. പറക്കും സിഖ് എന്നറിയപ്പെട്ടിരുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? 2021. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 22 ജൂലൈ 2019. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി 25. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? കാറക്കോറം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം? കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം? കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഡക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഡക്കാൻ പീഠഭൂമി. അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. അമരാവതി എന്നത് ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? 52 സെക്കൻഡ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 44-ാം ഭരണഘടനാ ഭേദഗതി.
മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 17. അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ഏത്? മെസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ബാലഗംഗാധര തിലക്. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം 2021. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? കാറക്കോറം. കോട്ടൺ ഓഫ് പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഡക്കൺ പീഠഭൂമി. അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? 52 സെക്കൻഡ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം? 24. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.